അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളെ എപ്പോൾ കാണുന്ന വാൽമാക്രി മുതൽ നമ്മളെ എഴുത്തച്ഛനുണ്ട്, പിന്നെ ചെറിയ ചെറിയ ചെമ്മീനുകളുണ്ട്, കാലിൻ്റെ ചെമ്മീനുണ്ട്, കാലിൻ്റെ ചെമ്മീനെ കണ്ടില്ല, അത്ര ചെമ്മീനുണ്ട്. പിന്നെ വരാല് കുട്ടികളെ കൊണ്ട് മെയ്യുന്ന കാണാൻ പറ്റും. കുറേ സമയം കാത്തുനിന്നാൽ നമുക്ക് ചിലപ്പോൾ വരാലിനെ കാണാൻ പറ്റും. അതുപോലെ നമ്മളെ മുന്നേ നമുക്ക് ഒരുപാട് അട്ടക്കൂട്, അതുപോലെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഒരുപാട് മഞ്ഞത്തവളകൾ യഥേഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അട്ടക്കൂട് കുറഞ്ഞു. അതുപോലെ നമ്മൾ ചൂട്ടാച്ചി എന്ന് പറഞ്ഞ മീൻ ഉണ്ടായിരുന്നുണ്ട്, യഥേഷ്ടം ഇതിൽ ഉണ്ടാവുന്നതാണ്, ചെറിയതായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും ശല്യം എന്ന് പറഞ്ഞത് ഈ ആഫ്രിക്കൻ ഉച്ചകളാണ്. അപ്പോൾ അത് നമ്മളെ ഈ പാടത്ത് യഥേഷ്ടം വന്ന് റോഡ് സൈഡും അത് റെയിലിൻ്റെ സൈഡിൽ നിന്നാണ് ഇവരെ പ്രചരണം നടക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് വന്ന് വയലിലേക്ക് വരുന്നു. അതുപോലെ കൃഷിയിലെ ഈ ഇലകളൊക്കെ തിന്നുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളെ വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അതായത് ഇപ്പം തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര ഒരു അഴുക്ക് വെള്ളം ശുദ്ധജലമായിട്ട് കാണാൻ തോന്നുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ വളപ്രയോഗം ഈ അശാസ്ത്രീയമായ വളപ്രയോഗമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ ഒലിച്ച് വീട്ടിലേക്ക് വരും. അതുപോലെ കീടനാശിനിയുടെ പ്രയോഗം, ഇതെല്ലാം വ്യക്തമായ രീതിയിൽ അളവിലും തോതിലും അല്ലാത്ത രീതിയിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഈ വെള്ളത്തിൽ മലിനമാക്കിയിട്ടുണ്ട്. ഇവിടുന്നാ കുളിക്കാറ്? നമ്മൾ മരിച്ചാലും എല്ലാം മുങ്ങി കുളിക്കാൻ വേണ്ടി പോകുന്ന കുളമാണ്. ഇപ്പോൾ ആള് പെരുമാറാതെ കൊണ്ട് അതിൽ പലതരം വെള്ളത്തിൽ പല പച്ചക്കളറും ഇതെല്ലാം വരുന്നു. അതുകൊണ്ട് പല അസുഖവും വരുന്നത് കൊണ്ട് ഇപ്പോൾ ആരും അതിന് കുളിക്കലില്ല. നമ്മുടെ നാട്ടില് വട്ടക്കളി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവിടെ ഒരുപാട് മീനുകളും ഞണ്ടുകളും ഒക്കെ ഉണ്ടോ? തോട് പോലെയും അല്ല ഒരു വലിയൊരു പരന്ന തടാകം പോലെയുള്ളൊരു സ്ഥലമാണ് ഈ വട്ടക്കള എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും കൃഷിയൊന്നും ചെയ്യാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനെ വട്ടക്കളിയും നമ്മളെ അതിൻ്റെ സമീപത്തുണ്ടായ പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലവും എല്ലാം ഇങ്ങനെ നികന്നിട്ടായിരുന്നു. അപ്പോൾ വട്ടക്കളിയായിട്ടില്ല, കാട് മൂടിയിട്ടും അതുപോലെ തന്നെ ഈ ചതുപ്പെല്ലാം കൂടിയിട്ട് നിലത്തിന് സമമായിട്ടായില്ല. അപ്പോൾ കളിയായിട്ടൊന്നും പറയാൻ കഴിയില്ല. മുൻകാലത്ത് അതിൻ്റെ അകത്ത് നല്ലോണം മത്സ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഞണ്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വലയിട്ടിട്ട് മീൻ പിടിക്കാൻ വരുന്ന ആളുകൾ വരെ അവിടെ നിന്ന് മീൻ പിടിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. മുൻപ് നല്ല കൃഷി ചെയ്തൊരു സ്ഥലവും കൃഷി കഴിഞ്ഞാൽ നല്ല ശുദ്ധജലം കെട്ടി നിൽക്കുന്ന ഒരു തടാകം പോലത്തെ ഒരു സ്ഥലമാണ്. ഇതിനാണ് നമ്മൾ വട്ടക്കള എന്ന് പറയുന്നത്. നല്ല പൂത്താരിയെല്ലാം വിരിഞ്ഞു നിൽക്കുന്ന നല്ല സുന്ദരമായ സ്ഥലമാണ് ഈ വട്ടക്കള എന്ന് പറയുന്ന ഇപ്പോൾ സ്ഥലം. കുളം മലിനമാക്കുന്നതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി ഒരു ലഘുലേഖ സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു.
വ്യവസ്ഥകളാണ്. ആവാസ വ്യവസ്ഥകളുടെ നാശം ജൈവ വൈവിധ്യങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ ഇടപെടൽ മൂലം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകരുന്നു. അതുകൊണ്ട് തന്നെ കുളത്തിന്റെ നാശത്തിന് കാരണമായ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, രാസവസ്തുക്കളുടെ ഉപയോഗം എന്നിവ കരുതലോടെ ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കാം.